വയനാട് മേപ്പാടിയിൽ അറുമുഖനെ കൊലപ്പെടുത്തിയ പ്രദേശത്ത് ഇന്നലെയും കാട്ടാനകളെത്തി. പൂളക്കുന്ന് ഊരിനോട് ചേർന്നാണ് ആനകളെത്തിയത്. കാട്ടാനകളെ തുരത്താൻ കുങ്കിയാനകളെ എത്തിച്ചുകൊണ്ടുള്ള ദൗത്യം തുടരുന്നതിനിടയിലാണ് ആനകൾ വീണ്ടും എത്തിയത്. വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുർജിത്ത്. ഇങ്ങനെ വീണ്ടും ആ മേഖലയിലേക്ക് ആനകളെത്തുന്നു. ഒരു ഭാഗത്ത് വനംവകുപ്പിൻ്റെ ദൗത്യം അതൊരു പ്രത്യേക ഘട്ടത്തിലാണ്. വിവരങ്ങൾ എന്താണ് സുർജിത്ത്? റീജിത്ത്, ഇന്നലത്തെ ദൃശ്യമല്ല പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ കാട്ടാനകൾ എത്തിയിരുന്നു. ഇന്നും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇത് ആ പ്രദേശത്ത്, ആ മേഖലയിൽ തന്നെ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഇന്ന് രാവിലെയും പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ രാത്രി കാട്ടാനകൾ എത്തി എന്നുള്ള തരത്തിലുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഇന്ന് രാവിലെ 2 ടീമുകളായി തിരിഞ്ഞ് പല ഭാഗങ്ങളിലും കടൂർ, ഇളമ്പളേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തി. പക്ഷേ കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആനയുടെ ഈ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം, ആനകൾ നേരെ വനത്തിനകത്തേക്ക് കയറി പോയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത്. പക്ഷേ ഈ സമയം ഈ ആന ബംഗ്ലാക്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ഈ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള നാട്ടുകാർ നമ്മളെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പിന്റെ RRT സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രധാനമായ കാര്യം, ഇത് വനമേഖലയിലേക്ക് കയറി പോവുകയും പിന്നീട് ഇടയ്ക്ക് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രതിസന്ധി. പക്ഷേ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഇടതൂർന്ന വനങ്ങൾ പല ഭാഗത്തുമുണ്ട്. ആ വനത്തിന്റെ തുടർച്ചയായി ചെമ്പ്രമലയുടെ താഴ്വാരത്തുള്ള പ്രദേശമാണ്. സ്വാഭാവികമായും ഈ വന്യമൃഗശല്യം തുടർച്ചയായ പ്രദേശമാണ്. ഇതിനിടയിലാണ് ഈ അറുമുഖനെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും നാളെ രാവിലെ കുങ്കിയാനകളെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യം തുടരും എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്ന കാര്യം. രാത്രിയിൽ പട്രോളിംഗ് തുടരാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. എന്തായാലും ആ നടപടിയിലേക്ക് വനംവകുപ്പ് രാത്രിയിൽ കടക്കുന്നുണ്ട്. RRT സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്, ശരി, മേപ്പാടിയിലെ ആശങ്ക ഒഴിയുന്നില്ല. അറുമുഖനെ കൊലപ്പെടുത്തിയ പ്രദേശത്ത് ഇന്നും കാട്ടാനകൾ എത്തിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നും ഒക്കെയായി തുടർച്ചയായി കാട്ടാനകൾ വീണ്ടും എത്തുന്നു. ജനങ്ങളുടെ ആശങ്ക ഒരു ഭാഗത്താണെങ്കിൽ വനംവകുപ്പിൻ്റെ ദൗത്യം, നാളെയും കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യം തുടരാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് തുടർച്ചയായി ഇങ്ങനെ ആനകൾ വീണ്ടും എത്തുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.